ഏറെ കൊട്ടിഘോഷിച്ചിട്ട് എവിടെ എത്താതെ ഉപേക്ഷിച്ചു പോയെന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്ന വളരെ വലിയൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു കേരള സൂപ്പർ ലീഗ്. കേരളത്തിലെ ഫുട്ബോൾ വികാരത്തിനെ മുതലെടുക്കുന്ന ഒരു വളരെ വലിയ ബിസിനസ് ഐഡിയ ആണ് അത്. കേരളത്തിലെ ഫുട്ബോൾ വളരാനൊക്കെ ഒരുപാട് ഉപകാരപ്പെടും എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. കേരള സൂപ്പർ ലീഗിന്റെ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. 2 വർഷം മുമ്പ് വളരെ വലിയ പ്രഖ്യാപനമായിട്ടായിരുന്നു നടത്തിയത്. പക്ഷെ അതിന്റെ ഫ്രാഞ്ചൈസികൾ പോലും സെറ്റ് ആവാത്തതിനെ തുടർന്ന് കേരളത്തിലെ നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ ഫുട്ബോൾ ആരാധകർക്കും നല്ല നിരാശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ ഫ്രാഞ്ചൈസികളുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരികയാണെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് വമ്പന്മാരാണ്. നമ്മുടെ കായിക മന്ത്രിയായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായിട്ടുള്ള കല്യാൺ ചൗബ തുടങ്ങിയ ആളുകൾ ഇന്നത്തെ അനൗൺസ്മെന്റ് സെറിമണിയിൽ, അതായത് പ്രഖ്യാപന ആഘോഷത്തിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാകുന്നത്. 6 ക്ലബ്ബുകളായിരിക്കും 6 ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി വരുന്നത്. തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി, തൃശൂർ, കണ്ണൂർ, മലപ്പുറം എന്നീ സിറ്റികളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും 6 ടീമുകൾ വരുന്നത്. ഒന്നുകൂടെ പറയാം: ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊച്ചി, തൃശൂർ, കണ്ണൂർ, മലപ്പുറം. ഈ 6 നഗരങ്ങളിൽ നിന്നായിരിക്കും കേരള സൂപ്പർ ലീഗിന് ടീമുകൾ വരുന്നത്. അത്യാവശ്യം ഫുട്ബോളിന് വേരോട്ടമുള്ള ഈ 6 ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ കേരള ഫുട്ബോളിനെ മൊത്തത്തിൽ ഇളക്കി മറിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.